മസ്ലിൻ സിൽക്ക് ഫാബ്രിക്കിലേക്ക് ബാത്തിക് സ്റ്റൈലുള്ള പ്രിന്റും കട്ട് വർക്കോട് കൂടെ ചേർന്ന് വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്കാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇതൊരു എന്താ പറയുക വിഡ്ത്ത് കൂടുതലായിട്ടുള്ള ഫാബ്രിക് ആണ്. 52 ഇഞ്ചാണ് ഇതിന്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഡ്രസ്സും ഈ ഒരു സെയിം ഫാബ്രിക് വെച്ച് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് 399 ആണ്. നമുക്കൊന്ന് കണ്ടു നോക്കാം. രണ്ട് മൂന്ന് ഡിസൈൻസ് ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു സ്റ്റഡി യെല്ലോയുടെ ഡാർക്ക് ടോണിലേക്ക് പോകുന്നു. ഇതിന്റെ ഒരു സൈഡിലേക്ക് കട്ട് വർക്ക് വരുന്നു. അപ്പൊ ഞാൻ സ്റ്റിച്ച് ചെയ്തപ്പോൾ ഇത് നമ്മുടെ ഈ യോക്ക് പാർട്ടിലേക്ക് കൊടുത്ത് ചെയ്തു. അതല്ലെങ്കിൽ നമുക്ക് ലോവർ പാർട്ടിലേക്കൊക്കെ കൊടുത്ത് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതൊരു നല്ലൊരു കളറാണ്, നല്ലൊരു പ്രിന്റും ആണ്. ബാത്തിക് സ്റ്റൈലിലുള്ള പ്രിന്റ് ആണ്. കുറച്ച് സിൽക്കി സ്മൂത്ത് ഫിനിഷിലേക്കാണ് ഇത് വന്നിരിക്കുന്നത്. വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇങ്ങനെ വരും. ഞാനിതിന്റെ ടോപ്പിലേക്ക് ഇതൊന്ന് വെച്ച പോലെയാണ് കാണിക്കുന്നത്. അപ്പൊ ആ ഒരു സ്റ്റൈലിലേക്ക് വരും. നല്ല കളറാണ് കേട്ടോ. നമുക്ക് വെച്ചിട്ട് കോഡ് സെറ്റ് ഒക്കെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഡിസൈൻ വേറൊരു ഡിസൈനിലേക്ക് പോകുന്നു. ഇതൊരു ഗ്രീൻ കളറിലേക്കാണ് വന്നിരിക്കുന്നത്. ബാത്തിക് സ്റ്റൈലിലുള്ള പ്രിന്റ് തന്നെയാണ്. ഇത് ഇങ്ങനെയാണിത് നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത് കേട്ടോ. ഒരു പ്രീമിയം റേഞ്ചിലേക്ക് വരുന്ന ഫാബ്രിക്കും കൂടെയാണ്. നെക്സ്റ്റ് വൺ കാണുന്നത് നമുക്കൊരു എന്താ പറയാ ഒരു ടെയിൽ ഗ്രീൻ എന്നൊക്കെ പറയുന്ന കളറിലേക്ക് പോകുന്നു. ഇതിന്റെ കട്ട് വർക്ക് കുറച്ച് ചേഞ്ച് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ലോവർ പാർട്ടിലേക്ക് വരുന്ന പോലെ ചെയ്യാൻ പറ്റുള്ളൂ, കാരണം ഇത് ഡിസൈൻ അങ്ങനെയാണ് പോകുന്നത്. ഇതിന്റെ കട്ട് വർക്ക് ക്ലോസ് ചെയ്ത് കാണിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആകും. വേറൊരു ഡിസൈൻ ആണ് ഇതിനകത്ത് കട്ട് വർക്ക് ആയിട്ട് വരുന്നത്. ഈ സെയിം മെറ്റീരിയലിന്റെ തന്നെ വേറൊരു കളറും കൂടി ഉണ്ട്. ഇത് കുറച്ച് ഉദിച്ച് നിൽക്കുന്ന പോലത്തെ ഒരു യെല്ലോ കളറാണ്. ഈ മാമ്പഴത്തിന്റെ കളർ എന്നൊക്കെ പറയില്ല, ആ ഒരു കളറിലേക്ക് പോകുന്നു. ഇങ്ങനെ ഇരിക്കും നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ. 399 രൂപയാണ് ഇതിന്റെ പ്രൈസ് ഒരു മീറ്ററിന് വരുന്നത്. 52 ഇഞ്ച് ഇതിലാണ് ഇതിന്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത് കേട്ടോ. പർച്ചേസ് ചെയ്യാനായിട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്തത്.